സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരീക്ഷയ്ക്കായി തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ലോർഡ് ബാഡൻ പവൽ. ലോർഡ് ബാഡൻ പവൽ ആണ് സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ലോക സ്കൗട്ട് ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 22. ഫെബ്രുവരി 22-നാണ് ലോക സ്കൗട്ട് ദിനമായി ആചരിക്കുന്നത്. ആദ്യത്തെ സ്കൗട്ട് ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഏതു വർഷമാണ് നടന്നത്? ഉത്തരം 1907 ഇംഗ്ലണ്ടിലെ ബ്രൗൺസീ ദ്വീപിൽ വെച്ച്. 1907 ഇംഗ്ലണ്ടിലെ ബ്രൗൺസീ ദ്വീപിൽ വെച്ചാണ് ആദ്യത്തെ സ്കൗട്ട് ക്യാമ്പ് നടന്നത്. ബാഡൻ പവൽ എഴുതിയ പ്രശസ്തമായ സ്കൗട്ട് പുസ്തകം ഏതാണ്? ഉത്തരം സ്കൗട്ടിംഗ് ഫോർ ബോയ്സ്. സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്നതാണ് ബാഡൻ പവൽ എഴുതിയ പ്രശസ്തമായ സ്കൗട്ട് പുസ്തകം. ഇന്ത്യയിലെ ഔദ്യോഗിക സ്കൗട്ട് സംഘടന ഏതാണ്? ഉത്തരം ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നതാണ് ഇന്ത്യയിലെ ഔദ്യോഗിക സ്കൗട്ട് സംഘടന. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് രൂപീകൃതമായത് എന്നാണ്? ഉത്തരം 1950 നവംബർ 7. 1950 നവംബർ 7-നാണ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് രൂപീകൃതമായത്. സ്കൗട്ട് മുദ്രാവാക്യം എന്താണ്? ഉത്തരം തയ്യാറായിരിക്കുക. ബി പ്രിപ്പയർഡ്. ബി പ്രിപ്പയർഡ് എന്നാണ് സ്കൗട്ട് മുദ്രാവാക്യം. സ്കൗട്ടുകളുടെ പ്രതിദിന കർത്തവ്യം അഥവാ ഡെയിലി ഗുഡ് ടേൺ എന്താണ്? ഉത്തരം ദിവസേന ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യുക. സ്കൗട്ട് ചിഹ്നത്തിലെ 3 വിരലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ദൈവത്തോടും രാജ്യത്തോടുമുള്ള കടമ, മറ്റുള്ളവരെ സഹായിക്കൽ, സ്കൗട്ട് നിയമം അനുസരിക്കൽ എന്നീ 3 വാഗ്ദാനങ്ങളെ. സ്കൗട്ടുകൾ വലത് കൈകൊണ്ട് സല്യൂട്ട് ചെയ്യുമ്പോൾ പരസ്പരം കൈ കൊടുക്കാൻ ഏത് കൈയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഇടതു കൈ. ഇടതു കൈയാണ് സ്കൗട്ടുകൾ പരസ്പരം കൈ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. സ്കൗട്ട് ലോഗോയിൽ ഫ്ലർ ഡി ലീസ് ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ശരിയായ ദിശ കാണിക്കുന്ന കോമ്പസ് സൂചിയെ. ഇത് എപ്പോഴും നേർവഴിയിൽ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നു. സ്കൗട്ടിങ്ങിലെ കെട്ടുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് കെട്ടാണ്? ഉത്തരം ബൗലൈൻ അഥവാ ജീവൻ രക്ഷാ കെട്ട്. ബൗലൈൻ ആണ് സ്കൗട്ടിങ്ങിലെ കെട്ടുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കെട്ട്. തുല്യവണ്ണമുള്ള 2 കയറുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ടേത്? ഉത്തരം റീഫ് നോട്ട്. റീഫ് നോട്ട് ആണ് തുല്യവണ്ണമുള്ള 2 കയറുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ട്. ഒരു മരത്തടിയിലോ തൂണിലോ കയർ താൽക്കാലികമായി കെട്ടിയിടാൻ ഉപയോഗിക്കുന്ന കെട്ടേത്? ഉത്തരം ക്ലോവ് ഹിച്ച്. ക്ലോവ് ഹിച്ചാണ് മരത്തടിയിലോ തൂണിലോ കയർ താൽക്കാലികമായി കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ട്. സ്കൗട്ടുകൾ കാട്ടിലും മറ്റും വഴി അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരെന്ത്? ഉത്തരം ട്രാക്ക് സൈൻസ്. ട്രാക്ക് സൈൻസ് എന്നാണ് സ്കൗട്ടുകൾ കാട്ടിലും മറ്റും വഴി അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾക്ക് പറയുന്ന പേര്.
പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നൽകുന്ന അടിയന്തര ചികിത്സക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം പ്രഥമ ശുശ്രൂഷ. വഴി തിരിച്ചറിയാൻ സ്കൗട്ടുകൾ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം ഏതാണ്? ഉത്തരം മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസ് ആണ് വഴി തിരിച്ചറിയാൻ സ്കൗട്ടുകൾ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. രണ്ട് വ്യത്യസ്ത വണ്ണമുള്ള കയറുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ട് ഏതാണ്? ഉത്തരം ഷീറ്റ് ബെൻഡ്. ഷീറ്റ് ബെൻഡാണ് രണ്ട് വ്യത്യസ്ത വണ്ണമുള്ള കയറുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ട്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പതാകയുടെ നിറം എന്താണ്? അതിന് നടുവിലുള്ള ചിഹ്നത്തിന്റെ പേരെന്താണ്? ഉത്തരം കടും നീല നിറമാണ് പതാകയ്ക്ക്. അതിന് നടുവിലായി മഞ്ഞ നിറത്തിൽ ഫ്ലർ ഡി ലിസ് ചിഹ്നവും അതിനുള്ളിൽ നീല നിറത്തിൽ അശോക ചക്രവുമുണ്ട്. ക്യാമ്പുകളിൽ രാത്രി സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ടുകളും കലാപരിപാടികളും അവതരിപ്പിക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയർ എന്നാണ് ക്യാമ്പുകളിൽ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ടുകളും കലാപരിപാടികളും അവതരിപ്പിക്കുന്നതിന് പറയുന്ന പേര്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.